കഴിഞ്ഞ തവണ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥി പോലും ഇത്തവണ 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികളുണ്ട്. അങ്ങനെ നിരവധി പ്രതികൂലമായിട്ടുള്ള ഘടകങ്ങളും 2 ടേം ഇവിടെ MLA ആയിരുന്ന ആളായിരുന്നു കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥി. ഇത്തവണ പുതിയ ഒരാളാണ്, പാലക്കാട് ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള ഒരാളാണ്. അങ്ങനെ UDF-നെ സംബന്ധിച്ചോളം ഏറ്റവും പ്രതികൂലമായിട്ടുള്ള ഘടകങ്ങളുണ്ട്. അത് ഞങ്ങളെ സംബന്ധിച്ചുള്ള എല്ലാ അനുകൂല ഘടകങ്ങളുണ്ട്. അവസാന ദിവസങ്ങളിൽ UDF വലിയ പ്രതിരോധത്തിലായിരുന്നില്ലേ? 4ാമത്തെ ക്ഷേത്രത്തിലേക്കാണ് ഇപ്പോൾ വരുന്നത്. ഇതൊരു പതിവുള്ളതാണ് അതോ? അല്ലല്ല, ചില ആളുകൾക്ക് പതിവ് ഇത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചിട്ടായിരിക്കും. ഞാൻ കൽപ്പാത്തിക്കാരോട് ചോദിച്ചാൽ അറിയാം, എല്ലാ ശനിയാഴ്ചകളിലും കൽപ്പാത്തിയിൽ കാലത്ത് ഈ സമയത്ത് ഞാൻ ഉണ്ടാവുന്നതാണ്. എല്ലാ ശനിയാഴ്ചകളിലും ഉണ്ടാവും. ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങളിലെ ആളുകളോട് ചോദിക്കാം, അമ്പലത്തിലെ പൂജാരിയോട് ചോദിക്കാം. ശനിയാഴ്ചകളിൽ ഞാൻ എല്ലാ ശനിയാഴ്ചയും കൽപ്പാത്തി ക്ഷേത്രത്തിൽ. കഴിഞ്ഞ തവണ പിരായിരിയിലാണ് UDF കയറി വന്നത്. ഇത്തവണ അവിടെ എങ്ങനെ അത് മറികടക്കാന്നായിരുന്നു? അല്ല, UDF-ന് കഴിഞ്ഞ തവണത്തെ വോട്ട് ഇത്തവണ പ്രായരിയിൽ ലഭിക്കില്ല. ഞങ്ങൾക്ക് പ്രായരിയിൽ ഇത്തവണ വോട്ട് വർധനയുണ്ട്. 1500 മുതൽ 2000 വോട്ട് വരെ ഞങ്ങൾ പ്രായരിയിൽ വർദ്ധിപ്പിക്കും. UDF-ന്റെ ലീഡ് സ്വാഭാവികമായിട്ട് കുറയും. പ്രായരിയിൽ അവർക്ക് ലഭിച്ചിരുന്ന ലീഡ് കുറയും. അത് ഞങ്ങളുടെ കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് നഗരസഭാ പരിധിയിൽ ലഭിച്ച വോട്ടിനെയാണ്, ലീഡിനെ അവർ ഒപ്പമെത്തിയത് പ്രായരിയാണ്. ഇത്തവണ അതിന് കഴിയില്ല. മാത്തൂരാണ് 2ാമത്തെ പഞ്ചായത്ത്. മാത്തൂര് ഞങ്ങൾ UDF-ന് ഒപ്പം ഉണ്ടാവും. UDF-ന് കഴിഞ്ഞ തവണ ഞങ്ങളെക്കാൾ ലഭിച്ച 2000-ഓളം വോട്ടുകൾ ഇത്തവണ ലഭിക്കില്ല. 4 റൗണ്ട് കഴിയണം. കാരണം ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളൊക്കെ എത്തണമെങ്കിൽ 4ാമത്തെ 5ാമത്തെ റൗണ്ടിലൊക്കെയാണ് വരുന്നത്. അത് കഴിയുമ്പോൾ എത്ര ലീഡ് കിട്ടുമെന്നാണ് ഞങ്ങള് ഇപ്പോ കർണകി നഗറൊക്കെ വരുന്നത് 55 മുതലുള്ള ബൂത്തുകളാണ്. വടക്കന്തറയെല്ലാം വരുന്നത് 55 മുതൽ 65 ബൂത്തുകളാണ്. 55, 56, 57, 58, 59, 60, 65ഒക്കെയാണ് ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങൾ. അപ്പോൾ 7ാമത്തെ റൗണ്ടോട് കൂടിയിട്ടാണ് പാലക്കാടത്തെ നഗരത്തിലെ ലീഡിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അറിയാൻ കഴിയും. ഇല്ലല്ലോ, നഗരസഭ മാത്രമല്ല, ഇത്തവണ ഞങ്ങൾ 3 പഞ്ചായത്തുകളിലും ഞങ്ങൾ നല്ല മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. 2 മുന്നണികൾക്കും കണ്ണാടിയിലും മാത്തൂരും ഞങ്ങൾ 1ാം സ്ഥാനം വന്നാലും നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ CPM-ആയിട്ട് 1ാം സ്ഥാനത്തുള്ള CPM-ആയിട്ട് കണ്ണാടി പഞ്ചായത്തിൽ 1500 വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ. അത് മറികടക്കാനൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ അതിനുള്ള കാര്യങ്ങൾ ഞങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. കണ്ണാടി പഞ്ചായത്തിലും മാത്തൂരൊക്കെ ഞങ്ങൾ 1ാം സ്ഥാനം വരും. UDF-ന് ഇത്തവണ മാത്തൂരിൽ ലീഡ് ഉണ്ടാവില്ല. അവിടെയും ഞങ്ങൾ 1ാം സ്ഥാനത്തോ അല്ലെങ്കിൽ ക്ലോസ് സെക്കൻഡോ ഉണ്ടാവും. ആദ്യ റൗണ്ടിൽ എത്ര ലീഡ് പ്രതീക്ഷിക്കുന്നുണ്ട്? ഏറ്റവും ആദ്യ റൗണ്ട് കഴിയുമ്പോൾ റൗണ്ട് വൈസ് ലീഡൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഞങ്ങൾ നഗരസഭ എണ്ണിക്കഴിയുന്ന സമയത്ത് ഞങ്ങൾ വലിയ ഭൂരിപക്ഷം ഉണ്ടാവും. ഞങ്ങൾ ആ ലീഡിനെ മറികടക്കാൻ UDF-ന് കഴിയില്ല. അല്ല, 7:45 ഞാൻ ജില്ലാ ഓഫീസിലാണ്. 10 മിനിറ്റ് കൊണ്ട് എന്തായാലും പുതിയ പ്രതീക്ഷകളില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അന്ന് നേരത്തെ 10 മിനിറ്റ് മുമ്പ് മണപ്പുള്ളിക്കാവിൽ വന്ന അവരല്ലാത്തവരും ഇവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിലാണ്. ആദ്യത്തെ 6 റൗണ്ടുകളിലും BJP തന്നെ ലീഡ് ചെയ്യുമെന്നുള്ളതൊരു വസ്തുതയാണ്. മുനിസിപ്പാലിറ്റിയിലെ ട്രെൻഡ് അങ്ങനെയാണ് എല്ലാ കാലങ്ങളിലും. ഇത്തവണയും ആ ലീഡ് നില പകുതിയിലേറെ കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതും 30,000-ന് മുകളിൽ ഒരിക്കലും മുനിസിപ്പാലിറ്റിയിലെ 104 ബൂത്തുകൾ എണ്ണിത്തീരുമ്പോഴും BJP പോകില്ല എന്നും അതൊരു 28,000-ലേക്ക് കുറയ്ക്കാൻ സാധിക്കുമെന്നും കൃത്യമായ കണക്കിന്റെ അടിസ്ഥാനത്തിൽ ഒരു ബോധ്യമുണ്ട്. ഏറ്റവും രസകരമായ വസ്തുത, ഈ ഇലക്ഷന്റെ കൌണ്ടിംഗ് 14 റൗണ്ടായിരിക്കും. ഒരു റൗണ്ടിൽ പോലും UDF ലീഡ് ചെയ്യുന്നു എന്ന് ബ്രേക്ക് ചെയ്യാൻ സാഹചര്യം ഒരുങ്ങാത്ത ഒരു തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനമായിരിക്കും പാലക്കാട്. അത് വേറൊന്നും കൊണ്ടല്ല, UDF-ന് വോട്ട് ഇല്ല എന്നൊന്നുമല്ല അതിന്റെ അർത്ഥം. പകരം അതിന്റെ പാറ്റേൺ അങ്ങനെയാണ്. ആദ്യത്തെ 104 ബൂത്തുകൾ 7 റൗണ്ടുകളിലായിട്ട് എണ്ണുമ്പോൾ പിരായിരിയിലെ കുറച്ച് ബൂത്തുകളും കൂടി 8ാമത്തെ റൗണ്ടിലേക്ക് വരും. 9ഉം 10ഉം എക്സ്ക്ലൂസീവായിട്ട് പിരായിരി റൗണ്ടുകളാണ്. സാധാരണഗതിയിൽ ആ റൗണ്ടുകൾ എണ്ണുമ്പോൾ കോമ്പൻസേറ്റ് ചെയ്യുന്ന തുച്ഛമായ ലീഡിലേക്ക് UDF എത്താറുണ്ട്. പക്ഷേ 9ലും 10ലും നിരാശ മാത്രമായിരിക്കും UDF-ന് ഫലം. 10ാമത്തെ റൗണ്ട് കഴിയുമ്പോൾ ഏകദേശം 30-നൊപ്പം എത്തുന്ന LDF 11, 12, 13 ഏറ്റവും അവസാനത്തെ 3 റൗണ്ടുകൾ വരെ കാത്തിരിക്കണം LDF-ന്റെ വിജയാഹ്ലാദം ബ്രേക്ക് ചെയ്ത് തുടങ്ങാൻ എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് കണക്കുകൾ അങ്ങനെയാണ് എന്നുള്ളതുകൊണ്ടാണ് നിങ്ങളത് മനസ്സിലാക്കണം. ആ മാത്തൂരും കണ്ണാടിയും എണ്ണുമ്പോൾ 43 ബൂത്തുകളാണ്, 22ഉം 21ഉം. കണ്ണാടിയിൽ ഒരു ഓക്സിലറി ബൂത്തും കൂടി ഉള്ളതുകൊണ്ട് അതും 22 ആകും. അങ്ങനെ 44 ബൂത്തുകളിലെയും കൃത്യമായ ആവറേജ് ലീഡ് UDF-നേക്കാൾ 4,400-ഉം BJP-യേക്കാൾ 6,600 എങ്കിലും എന്നുള്ളതാണ് ഞങ്ങളുടെ കൃത്യമായ കണക്കുകൂട്ടൽ. അപ്പൊ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ അവസാനത്തെ റൗണ്ട് 2 ബൂത്തുകൾ മാത്രം എണ്ണാനുള്ളത് 179, 180 അത് നടക്കും. മൊത്തം 184 മെഷീനാണ് എണ്ണാനുള്ളത്. 4 ബൂത്തുകളിൽ ഓക്സിലറി ബൂത്ത് ഉണ്ടായിരുന്നു. അതിൽ 2 മുനിസിപ്പാലിറ്റിയിൽ
ഒരെണ്ണം പിരായിയിൽ, ഒരെണ്ണം നേരത്തെ സൂചിപ്പിച്ച പോലെ കണ്ണാടിയിൽ. 184 മെഷീനുകളാണ് 1 മുതൽ 14 എന്നുള്ള ആ ഓർഡറിൽ എണ്ണുക. അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എവിടെ ഓക്സിലറി ബൂത്ത് വരുന്നുണ്ടോ അവിടെ 14ന്റെ ഗുണിതങ്ങൾ എന്നുള്ള കൗണ്ട് തെറ്റും. ഉദാഹരണത്തിന് 83 കഴിഞ്ഞ് 83A ഉണ്ട്. അങ്ങനെയാണ് 6ാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ 84ാമത്തെ ബൂത്ത് കൂടി ചേരുമ്പോഴാണല്ലോ 14 × 6 84 കംപ്ലീറ്റ് ചെയ്യേണ്ടത്. പക്ഷേ 83Aയിൽ അത് കംപ്ലീറ്റ് ആവും. 84 തുടങ്ങും. അവിടെ മുതൽ ഈ നമ്പറുകൾ നിങ്ങൾ 14ന്റെ ഗുണിതങ്ങളായി എണ്ണിയാൽ മാറ്റം വരും എന്നുള്ളതും അനുമാനിക്കണം. റിപ്പോർട്ടിംഗിന്റെ സമയത്ത് കൃത്യമായി, ആവേശം വേണ്ട, പതിഞ്ഞ താളത്തിൽ റിപ്പോർട്ട് ചെയ്താൽ മതി. പ്രേക്ഷകര് കൃത്യമായ കണക്കുകൾ കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ഇനി പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ എന്നുള്ള റിപ്പോർട്ടിങ്ങിന് പകരം കിട്ടുന്ന ഡാറ്റ, ഉള്ളിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാവും, നിങ്ങളുടെ പ്രതിനിധികൾ ഉണ്ടാവും, വലിയ സമയമൊന്നും എടുക്കില്ല, 3 മണിക്കൂർ കൊണ്ട് തീരേണ്ടതുമാണ് കൌണ്ടിംഗ്. 11 ഏറിയാൽ 11:30. ആദ്യത്തെ 1 മണിക്കൂർ പ്രത്യേകിച്ച് മുന്നേറ്റങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാനില്ല. ആകെ 1000-ൽ താഴെ തപാൽ വോട്ടും അതുപോലെ 85+ഉം ഭിന്നശേഷിക്കാരുടെ വോട്ടുമാണ് മൊത്തത്തിലുള്ളത്. മറ്റേ കണക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എൻകോർ ഡാറ്റ നിങ്ങളുടെ കയ്യിലൊക്കെയുണ്ട്. 1,37,305 വോട്ടുകളാണ് പോളിംഗ് മെഷീനിൽ രജിസ്റ്റർ ചെയ്തത്. അതിൽ എത്ര നോട്ടയുണ്ട് എന്നും മറ്റ് 7 സ്ഥാനാർത്ഥികൾ എത്ര പിടിച്ചു എന്നുള്ളതിന്റെ കണക്ക് അത് കുറയ്ക്കുമ്പോൾ ഏകദേശം 1,35,000 അതിന് തൊട്ട് താഴെയോ ആയിരിക്കും. ഈ 1,35,000 എന്നുള്ളത് ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ 45,000 വോട്ട് വീതം 3 മുന്നണികൾക്കും എന്നുള്ള കണക്കിലേക്കുള്ള ഒരു സൌകര്യം നമുക്ക് ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് ആവർത്തിച്ചു പറയുന്നു, 2021 ഒരു നിയോജക മണ്ഡലത്തിൽ പോലും വിജയിക്ക് 50,000-ൽ കുറഞ്ഞ വോട്ടുകളില്ല. പാലക്കാട് അടക്കം ഇത്തവണ 50,000-ൽ കുറഞ്ഞ വോട്ടുണ്ടായിട്ടും ശക്തമായ ത്രികോണ മത്സരം നടക്കുകയാണ് എങ്കിൽ വിജയിക്ക് 48,000 വോട്ട്, ഒരുപക്ഷെ 47,000 വോട്ടിൽ പോലും ഒരു വിജയി ഉണ്ടാകുന്ന, ഇനി അതിശയോക്തി കലർത്തി പറഞ്ഞാൽ 46,000 വോട്ടിലും ഒരുപക്ഷെ ഒരു വിജയി ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനമായിരിക്കും. ഞാൻ 1,50,000 വോട്ട് പോൾ ചെയ്താലെന്നല്ലേ പറഞ്ഞു. ആകെ 1,37,000 വോട്ടല്ലേ പോൾ ചെയ്തുള്ളൂ. ആ 13,000 വോട്ട് ഞാൻ പറഞ്ഞ 71 കുറയ്ക്കാനുള്ള അനുവാദം തന്നിരിക്കണു. ആദ്യം പതിഞ്ഞതാണ് അവസാനം കൊട്ടിക്കലാശം അല്ലെ? അതെ, അങ്ങനെ മതി. അങ്ങനെ ആണ് നമ്മുടെ ഇതുമായിട്ട് മാച്ച് ആവുക. കാരണം 11, 12, 13 നമ്മുടെ റൗണ്ടുകൾ. അതില് വളരെ, ഞാനിത് പറഞ്ഞതാണ്, ആവർത്തന വിരസത ചിലപ്പോൾ പ്രേക്ഷകർക്ക് ഉണ്ടാവും. രസകരമായ ഒരു വസ്തുത, കൌതുകകരമായ ഈ ഇലക്ഷൻ റിസൾട്ടിന്റെ ട്രെൻഡ് മനസ്സിലാക്കാനുള്ള വസ്തുതയും കൂടി പ്രേക്ഷകരുടെ മുമ്പിലേക്ക് വെളിവാക്കുകയാണ്. 33 ബൂത്തുകളാണ് പിരായിരിൽ. ഒരു ഓക്സിലറി ഉണ്ടെന്ന് പറഞ്ഞു, അതായത് 34 മെഷീൻ. ഈ 34 മെഷീനിലായി 36,283 എന്നാണ് എന്റെ ഒരു ഓർമ്മ. 300 താഴെ, 36,300 താഴെ വോട്ടുകളുണ്ട് പോൾ ചെയ്യാനായിട്ട് ഇലക്ടേഴ്സ്. പക്ഷേ പോൾ ചെയ്തത് 26,040 മറ്റിയാണ്. അതായത് 10,250 വോട്ടുകൾ പിരായിരിയിലെ 36,000 ചില്ലുവാനം വോട്ടുകളിൽ പോൾ ചെയ്തിട്ടില്ല എന്നൊരു വസ്തുത നോക്കുക. അവിടെ ഇനി തൊട്ടപ്പുറത്തേക്ക് വരിക, മാത്തൂരും കണ്ണാടിയും കൂടി ചേർന്ന് ബൂത്തുകളുടെ എണ്ണം 22, 21 ചേർന്ന് 43 ഒരു ഓക്സിലറി കൂടിയുള്ള 44 മെഷീൻ. മറ്റേതിൽ 34 മെഷീനിലായിട്ട് 36,000 ചില്ലുവാനം. ഇവിടെ 44 മെഷീനുകളിലായിട്ട് 44,000-ന് തൊട്ട് താഴെയുള്ള ഒരു ഫിഗറാണ്. 43,800 അല്ലെങ്കിൽ 900 വരെ വരും. ഈ ആനുപാതിക കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 13,000 വോട്ടെങ്കിലും പോൾ ചെയ്യാതിരിക്കണ്ടേ? 36-ൽ 26 പോൾ ചെയ്തിട്ടുള്ളൂ, 10,250 വോട്ട് പോൾ ചെയ്തിട്ടില്ല. ആ അനുപാതം വെച്ച് നോക്കുകയാണെങ്കിൽ 44,000-ൽ 13,000 വോട്ടെങ്കിലും പോൾ ചെയ്യാതിരിക്കണ്ടേ? ഞെട്ടിപ്പിക്കുന്ന വസ്തുത, ഈ പറയുന്ന പിരാരിയിൽ പോൾ ചെയ്യാതെ പോയ വോട്ടുകളുടെ അത്ര പോലും ഈ 2 പഞ്ചായത്തുകളിലായി പോൾ ചെയ്യാതിരുന്നിട്ടില്ല എന്നുള്ളതാണ്. 10,000-നോട് അടുത്ത് മാത്രം നിൽക്കുന്ന, അപ്പോൾ ഈ പറയുന്ന 36-ൽ നിന്ന് ടോട്ടൽ വോട്ട് 44 ആവുകയും 8,000 വോട്ട് പോൾ ചെയ്യുകയും ചെയ്തു എന്ന് പറയുന്നതിന്റെ ഒരു സാങ്കത്യം എന്താണെന്ന് കൃത്യമായി വെളിവാകുന്നതായിരിക്കും 11, 12, 13 റൗണ്ടുകൾ. ഞാനിത് കണക്കിന്റെ അടിസ്ഥാനത്തിൽ, ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് പറയണത്. ഇനി ഒരു വലിയ ട്രെൻഡ് നമുക്ക് അനുകൂലമല്ലാത്ത ഒരെണ്ണം ഉണ്ടെങ്കിൽ അവിടെയും അത് പ്രതിഫലിക്കും. അത് പിന്നെ ആര് വിചാരിച്ചാലും, സാക്ഷാൽ വിശാലാക്ഷി സമേതനായിട്ടുള്ള വിശ്വനാഥൻ വിചാരിച്ചാലും പിടിച്ചു നിർത്താൻ പറ്റില്ല. പക്ഷെ അതിലേക്കൊന്നും പോകില്ല. ബിജെപിയുടെ എല്ലാ ആവേശവും 7ാമത്തെ റൗണ്ടോടുകൂടി അവസാനിക്കും. ഒരു കൗതുകം കൂടി, 3 സ്ഥാനാർത്ഥികളും നീല ഷർട്ടാണ്. അതിനെന്തെങ്കിലും ആണോ? 3 പേര് അറിയില്ല അതെന്താണെന്ന്. ലക്ഷണശാസ്ത്രമല്ലോ ഉണ്ടോ? നോക്കി അറിയില്ല അതെന്താ സംഭവിച്ചത്. ഞാനിന്നിപ്പോ എന്റെ കൂടെയുള്ള ബോസിനോട് ചോദിച്ചിട്ടാണ് ഏതാണ്ട് വേറൊരു കളറായിരുന്നു ഞാൻ എടുത്തു വെച്ചത്. പക്ഷെ പിന്നെ അവൻ ഇതിലേക്കും വന്നു. അതെ, ശനീശ്വരന്റെ കറുപ്പാണ് പറഞ്ഞ പോലെ. അല്ല, കറുപ്പിനോട് അടുത്ത് നിൽക്കുന്ന നിറം എന്നുള്ളതുകൊണ്ട് മറ്റു 2 പേരും ചൂസ് ചെയ്താണോ എന്നറിയില്ല. എനിക്കിഷ്ടമുള്ള ഒരു ഷർട്ടാണിത്. ശുഭപ്രതീക്ഷയാണുള്ളത്. രാവിലെ പിന്നെ മനുഷ്യന്മാരെ കാണുമ്പോഴും ആരാധനാലയങ്ങളിൽ വരുമ്പോഴും ഉണ്ടാകുന്ന കോൺഫിഡൻസ്, ആ കോൺഫിഡൻസ് വളരെ പോസിറ്റീവാണ്.
വളരെ ശുഭകരമായ റിസൾട്ട് ഉണ്ടാകും. എതിരാളികളും വലിയ കണക്കൊക്കെയാണ് അവർക്ക് അനുകൂലമായി പറയുന്നത്. ആയിക്കോട്ടെ, പ്രത്യേകിച്ച് BJP ക്യാമ്പ് ചെറിയ വോട്ടിനാണെങ്കിലും അവർ വിജയിക്കും എന്നുള്ള ആത്മവിശ്വാസമാണ്. ചെറുതിലേക്ക് എത്തിയില്ലേ, വലുതിൽ നിന്നൊക്കെ താഴെ എത്തിയില്ലേ. അപ്പം കൗണ്ടിങ് തുടങ്ങുന്നവരതൊക്കെ തന്നെ ഇരിക്കട്ടെ, എല്ലാവരും പ്രതീക്ഷിക്കട്ടെ. പക്ഷെ അന്തിമ വിജയം അത് മതേതരത്വത്തിൻ്റെതാണ്. അതുവരെ പ്രതീക്ഷിക്കാനുള്ള അവകാശം എല്ലാ ആളുകൾക്കും ഉണ്ട്. ഈ ഒറ്റ കാര്യം, നമ്മളൊരു കൃത്യമായ ഒരു കണക്കൂട്ടലൊക്കെ നടത്തിയിട്ടുണ്ടാവുമല്ലോ. നഗരസഭയിൽ എല്ലാ കാലത്തും BJPയുടെ ആധിപത്യമാണ്. അത് ഇത്തവണ മാറ്റി എഴുതുമോ? നമുക്ക് ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്ന കണക്കുകൾ വെച്ച് നഗരസഭയിൽ BJPക്ക് ഒരു വലിയ ആധിപത്യം ഉണ്ടാക്കാൻ സാധിക്കില്ല. നഗരസഭയിലും പഞ്ചായത്തിലുമെല്ലാം മതേതര മുന്നണിയുടെ ഒരു വലിയ മുന്നേറ്റം കാണാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും തെരഞ്ഞെടുപ്പ്. ഓ, വളരെ സുഖമായിട്ട് അത് തീരുമാനിച്ചിട്ടില്ല. ഇപ്പം ആഘോഷ കമ്മിറ്റിക്കാരിലെത്തുമല്ലോ. അത് പാട്ടൊന്നും നമ്മളിതുവരെ ഇറക്കിയിട്ടില്ല. ഒഫീഷ്യലി ഒരു പാട്ടും ഇറക്കിയിട്ടില്ല. മനസ്സിൽ കാണുന്ന ഭൂരിപക്ഷ നമ്പർ അത് ജനങ്ങള് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള അവരുടെ ചിരിയും അവരുടെ സ്നേഹവും സന്തോഷവും ഒക്കെയാണ്. അതെന്തായാലും മോശമായില്ല, നല്ല നമ്പർ ഉണ്ടാകും.